കിടിലൻ ഡിസ്കൗണ്ട് ഓഫറുകളും മെഗാ എക്സ്ചേഞ്ച് മേളയും. ഓഫറുകളുടെ വിസ്മയമൊരുക്കി ക്വാളിറ്റി സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് നിംസ് ഹോസ്പിറ്റൽ, വണ്ടൂർ ആൻഡ് പൂക്കോട്ടുംപാടം. കുടിവെള്ള പദ്ധതിയുടെ ടാങ്ക് സ്ഥാപിച്ച ഭിത്തി അപകടാവസ്ഥയിൽ. വണ്ടൂർ പള്ളിക്കുന്നിന് സമീപം പൊട്ടക്കുന്നിലുള്ള കുടിവെള്ള ടാങ്കിന്റെ ഭിത്തിയാണ് തകർന്നു വീഴാറായ സ്ഥിതിയിലുള്ളത്. സമീപത്തെ വീടുകൾക്കടക്കം ഭീഷണിയായ സാഹചര്യമാണ് ഉള്ളത്. പ്രദേശത്തെ 30ഓളം കുടുംബങ്ങൾ ആശ്രയിക്കുന്ന കുടിവെള്ള പദ്ധതിയുടെ ടാങ്കാണിത്. വർഷങ്ങൾക്ക് മുൻപ് സ്ഥാപിച്ച ടാങ്കിന്റെ കരിങ്കൽ കൊണ്ടുള്ള ഭിത്തി ഏത് നിമിഷവും നിലംപൊത്താറായ സ്ഥിതിയിലാണുള്ളത്. ഗ്രാമസഭാ യോഗങ്ങളിലും അല്ലാതെയും ഗ്രാമപഞ്ചായത്ത് അധികൃതരോട് നിരവധി തവണ ആവശ്യപ്പെട്ടെങ്കിലും പരിഹാരം കാണുന്നില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. പലവട്ടം പഞ്ചായത്തിൽ പോയി, നമ്മളെല്ലാവരും പോയി അതിനെ പറ്റി പറഞ്ഞു. ഗ്രാമസഭയിൽ 2 കൊല്ലേക്കാണ് പറയാൻ തുടങ്ങിയിട്ട് ഇതുവരെയായിട്ട് ഒരു തീരുമാനമില്ല. പിന്നെ മന്ത്രിമാർ വന്നപ്പോൾ നമ്മളതിന് നോട്ടീസൊക്കെ കൊടുത്തു. അതിൻ്റെ ഫോമൊക്കെ വന്ന് പഞ്ചായത്തേക്ക് വന്നു. അപ്പോൾ 2025 ആക്കി തരാമെന്നൊക്കെ പറഞ്ഞു. പിന്നെ അതിനിപ്പോഴും ഒരു തീരുമാനമൊന്നും കിട്ടിയിട്ടില്ല. ഞങ്ങൾ 10-25 വീട്ടുകാർ കുടിക്കുന്ന വെള്ളത്തിൻ്റെ ടാങ്കിയാണ്. ഈ വെള്ള ടാങ്കി നാശമായി കഴിഞ്ഞാൽ ഞങ്ങളെ വെള്ളം കൂടിയൊക്കെ മുട്ടിപ്പോകും. വർഷക്കാലത്ത് ഞങ്ങൾക്ക് വെള്ളമില്ലാതെ കറന്ന് കൊടുക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അത് പഞ്ചായത്ത് കാപ്പിലൽബിയൊക്കെ ആയപ്പോൾ പ്രസിഡൻ്റായപ്പോൾ ശരിയാക്കി തന്നതാണ്. അതുകൊണ്ട് അതൊന്ന് പരിഗണിക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. 2 പേർക്കും ഭീഷണിയാണ്. അതുകൊണ്ട് ഞങ്ങൾ കുറേ പഞ്ചായത്തിലും പല ആൾക്കാരോട് ഇതിനെപ്പറ്റി പറഞ്ഞു. ഇതുവരെ ഒരു തീരുമാനം കിട്ടിയിട്ടില്ല. ഇങ്ങനെ ആയാലും എൻ്റെ പേര നഷ്ടപ്പെടും. ഒരാൾ ഉണ്ടാക്കി തരാല്ല. അങ്ങനെയൊക്കെയാണ് ഞങ്ങളെ അവസ്ഥ കിടക്കുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ടാങ്കി ഒന്ന് നന്നാക്കി തരണം. ഇത്രയും പൊട്ടക്കുന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു 10-30 വീടുകൾ പിന്നെ കുടിവെള്ളമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടാങ്കിൻ്റെ 15,000 ലിറ്റർ പിന്നെ വെള്ളം ഉള്ള ആ ടാങ്കിൻ്റെ ബേസിനാണ് ഭിത്തിയാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഈ പൊട്ടി പൊളിഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. അതിൻ്റെ തൊട്ടപ്പുറത്തും തൊട്ടിപ്പുറത്തും 2 വീടുകൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഭിത്തി പൊട്ടിക്കഴിഞ്ഞാൽ ഈ വെള്ള ടാങ്കും ഭിത്തികളും പിന്നെ ഒന്നായിട്ട് ഈ 2 വീടിനും ഒരു ഭീഷണിയായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതുവരെ ഒരു 10 കൊല്ലമായിട്ട് ഇപ്പോൾ ഈ ഭിത്തി ഇങ്ങനെ പൊട്ടി നിൽക്കുകയാണ്. ഇതുവരെ വണ്ടൂർ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരുപാട് പിന്നെ നിവേദനങ്ങളും പിന്നെ ഇവിടുത്തെ ഗ്രാമസഭകൾ കൂടുമ്പോൾ ആ ഗ്രാമസഭയിലൊക്കെ ഇവിടുത്തെ ജനങ്ങൾ വന്നിട്ട് ഈ കുടിവെള്ളത്തിൻ്റെ ആൾക്കാർ വന്നിട്ട് അവിടെ പറഞ്ഞാലും ഇവർ പരിഗണിക്കാമെന്ന് പറയല്ലാതെ ഇതുവരെ ചെയ്തു കൊടുത്തിട്ടില്ല. ഈ 8-10 കൊല്ലമായിട്ട് ഇതുവരെ പിന്നെ ഇതിൻ്റെ ഒരു ഇത് പരിഹാരം ഇതിന് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇനി ഈ ഭിത്തി പൊട്ടിയിട്ട് ഈ 2 വീടിനും പിന്നെ പരിക്ക് വെച്ചിട്ട് അവിടുത്തെ ആൾക്കാർക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടാണ് ഇവരിത് പിന്നെ ചെയ്തു കൊടുക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ചോദിക്കാനുള്ളത്. വാർഡിനോടുള്ള ഗ്രാമപഞ്ചായത്തിന്റെ അവഗണനയാണിതെന്നും ഇനിയും പരിഹാരമായിട്ടില്ലെങ്കിൽ ഗ്രാമപഞ്ചായത്തിനെതിരെ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും നാട്ടുകാർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.